ഓക്കെ, ഇപ്പം ഇത് എക്സ്പ്രസോ VXI പ്ലസ് തന്നെയാണ്. ഇതൊരു സിൽവർ കളറാണ് വരുന്നത്. ഇവിടെ നേരത്തെ കണ്ടത് ഗ്രേ കളറായിരുന്നു. സിൽവർ കളർ വരുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് എഫക്റ്റ് കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ടാവും. ഇതുവരെ ബമ്പറാണ്. ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫീൽ അത് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാൻ സിൽവർ എടുത്തത്. വൈറ്റ് കളറും എനിക്ക് തോന്നുന്നു വൈറ്റ് കളർ ഇതിനേക്കാളും കുറച്ചുകൂടി ഒരു അട്രാക്റ്റീവാണ്. പൊതുവേ വൈറ്റ് എന്ന് പറയുന്ന ഒരു എലഗൻ കളർ ആയതുകൊണ്ട് തന്നെ വൈറ്റ് എടുക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒരു ഭംഗിയായിരിക്കും. നമുക്കിതിൻ്റെ ചുറ്റിനും ഒന്ന് കാണാം. അതിനുശേഷം ഞാൻ ഈ വണ്ടിയിലൊരു ആക്സസറി കിറ്റ് ചെയ്തിട്ടുണ്ട്. അത് മാരുതി ജെന്യുവൻ ആക്സസറി പ്രൊവൈഡ് ചെയ്യുന്നത് തന്നെയാണ്. 26,490 രൂപയാണ് ആ കിറ്റിൻ്റെ വാല്യൂ. അതിൽ എന്തൊക്കെ വരുന്നുണ്ടെന്നും അതെന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറയാം. ഓക്കെ, നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. അപ്പോൾ കിറ്റിൽ വരുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഞാൻ ആദ്യം പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു സ്കിഡ് പ്ലേറ്റ് പോലൊരു ഫേക്ക് സ്കിഡ് പ്ലേറ്റ് ആണ്, ശരിക്കുള്ള സ്കിഡ് പ്ലേറ്റ് അല്ല. ഒരു സ്കിഡ് പ്ലേറ്റ് വരുന്നുണ്ട്. കുറച്ചുകൂടെ നമുക്കൊരു SUV ലുക്ക് വരാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. അതൊന്ന്. പിന്നെ ഞാൻ ഈ പറഞ്ഞ ക്രോം, ഈ ഗ്രില്ലിൽ വരുന്ന ക്രോം എന്ന് പറയുന്നത് ആക്സസറിയാണ്. അത് നമുക്ക് ഞാൻ ഈ കിറ്റിൻ്റെ കൂടെ വന്നതാണ്. ഇത് രണ്ടുമാണ് ഫ്രണ്ടിൽ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ഡോർ നമ്മുടെ നമ്പർ പ്ലേറ്റ് ഗാർണിഷ് എന്ന് പറയുന്നൊരു സാധനം. നമ്പർ പ്ലേറ്റിന് ചുറ്റും ഒരു ബോർഡർ പോലൊരു ബ്ലാക്ക് ഔട്ട് ചെയ്തൊരു സംഭവം, നമ്പർ പ്ലേറ്റ് ഗാർണിഷ്. അത് പെട്ടെന്നുള്ള ചളുക്കൊന്നും വരാതിരിക്കാൻ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് അവർ പറയുന്നത്. എനിക്കറിയില്ല, എങ്കിലും എനിക്കതിനൊരു കാണാൻ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതെല്ലാം കിറ്റിൽ വരുന്നത് തന്നെയാണ്. അപ്പോൾ ഇത് മൂന്നുമാണ് ഫ്രണ്ടിൽ വരുന്നത്. പിന്നെ സൈഡിൽ വന്നിട്ട് നമുക്കൊരു SUVയുടെ ഫീച്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു വീൽ ആർച്ച് ക്ലാഡിംഗ് ഉണ്ട്. ഇത് 4 വീലിൻ്റെ വരുന്നുണ്ട്, വീൽ ആർച്ച് ക്ലാഡിംഗ്. അതിൻ്റെ തന്നെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ടൊരു സൈഡ് ഗാർണിഷ് പോലൊരു സംഭവം വരുന്നുണ്ട്. ഇത് നമുക്ക് സിംഗിളായിട്ടുള്ളത് മറ്റേ വണ്ടി കണ്ടതുപോലൊരു ജസ്റ്റ് ഒരു ഡോർ വൈസറായിട്ട് വേണമെങ്കിലും ചെയ്യാം. ഇത് കിറ്റിൽ വരുന്നത് ഇതാണ്. ഈ ഒരു ഇത്രയും വീതിയുള്ളൊരു സാധനമാണ് വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ, അതായത് ആ ഒരു ബമ്പറിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്, ഒരു SUV ക്യാരക്ടർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കിറ്റ് ചൂസ് ചെയ്തത്. ഇപ്പോൾ ഒരു വീൽ ആർച്ച് ക്ലാഡിങ്ങും ഈ ഒരു ഡോർ ഗാർണിഷും വരുന്നുണ്ട്. പിന്നെ വന്നിട്ട് നമുക്ക് ഒരു റെയിൻ വൈസർ അല്ലെങ്കിൽ ഒരു ഡോർ വൈസർ. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണത്. കാരണം ഞാൻ മുമ്പ് യൂസ് ചെയ്തിരുന്ന വണ്ടിയിൽ ഇത് ഇല്ലായിരുന്നു. ചെറിയ മഴയൊക്കെ ആണെങ്കിൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ബുദ്ധിമുട്ട്, വെള്ളം പെട്ടെന്ന് അകത്തോട്ട് കയറില്ല. ഈവൻ നമ്മുടെ വിൻഡോസ് ഒരല്പം ഓപ്പൺ ആണെങ്കിൽ പോലും എയർ സർക്കുലേഷനും ഉണ്ടാവും, എന്നാൽ അകത്തോട്ട് വെള്ളം കയറത്തുമില്ല. പിന്നെ ബാക്കിൽ വന്നിട്ടൊരു സ്റ്റീൽ ക്രോം ഫിനിഷാണ്, ബാക്ക്ഡോർ ഗാർണിഷ് എന്നാണ് എൻ്റെ പേര്. ഇതും കിറ്റിൽ വരുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ടിൽ കണ്ട പോലെ ഒരു ഫേക്ക് സ്കിഡ് പ്ലേറ്റ് ആണ്. ഇതെല്ലാം കിറ്റിൽ വരുന്നതാണ്. ഇത് കൂടാതെ ഇനി ഇൻറ്റീരിയറിലും കുറച്ച് ആക്സസറീസ് വരുന്നുണ്ട് നമ്മുടെ കിറ്റിൽ. അതിൽ ആദ്യത്തേത് ഞാൻ കാണിക്കാം, അത് ഡിക്കിയിലാണ് വരുന്നത്. പിന്നെ വരുന്നത് നമുക്കൊരു ബൂട്ട് മാറ്റാണ്. ഇത് ഞാൻ പറയാം, ഇത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ മഡ് ഫ്ലാപ്പാണ്. മഡ് ഫ്ലാപ്പ് ഈ കിറ്റിൽ വരുന്നതല്ല, ഞാനത് എക്സ്ട്രാ വാങ്ങിയതാണ്. പക്ഷേ ഇത് ഫ്രണ്ടിലെ മഡ് ഫ്ലാപ്പാണ്. നമുക്കിത് ഫിറ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം അത് ഞാൻ ആ വീൽ ആർച്ച് ക്ലാഡിങ് ചെയ്തിട്ടുള്ളത് കൊണ്ട് നമുക്ക് ഈ ഫ്രണ്ടിലെ മഡ് ഫ്ലാപ്പ് ഫിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടത് മാറ്റി വെച്ചിരിക്കുന്നതാണ്. ഇത് ഫസാഡിൻ്റെ ഇതിൽ വരുന്നത് തന്നെയാണ്. ഇതാണ് ബൂട്ട് മാറ്റാണ്. ഇത് വളരെ യൂസ്ഫുള്ളാണ്, കാരണം വെള്ളം നനഞ്ഞാലൊന്നും ഞാനിത് കവറിൽ നിന്ന് റിമൂവ് ചെയ്തില്ല. കവറിൻ്റെ ഒരു പ്രൊട്ടക്ഷനും കൂടി കിട്ടിക്കോട്ടെ എന്ന് കരുതി. ഇത് അത്യാവശ്യം കട്ടിയുണ്ട്. നമ്മുടെ ഒരു 3D കാർ മാറ്റൊക്കെ ഇല്ലേ, അത് തന്നെയാണ്, സെയിം സാധനം തന്നെയാണ്, 3D മാറ്റ് തന്നെയാണ് വരുന്നത്. കണ്ടില്ലേ, വളരെ യൂസ്ഫുള്ളാണ്. ഡിക്കിയിൽ നമുക്ക് പൊടിയൊന്നും അകത്തോട്ട് കയറി ഡിക്കി വൃത്തികേടാണ്. ഇതിപ്പം ഞാൻ ഓൾമോസ്റ്റ് അത്യാവശ്യം കുറേ ചെടികളൊക്കെ വാങ്ങിയിരുന്നു. പക്ഷേ എങ്കിലും എൻ്റെ ഡിക്കി ക്ലീനാണ്, കാരണം ഇതുള്ളത് കൊണ്ടാണ്. അതൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. അപ്പോൾ ഇതൊരു വളരെ യൂസ്ഫുള്ളൊരു ആക്സസറി ആയിട്ട് എനിക്ക് തോന്നി. ഇത് നമുക്ക് കിറ്റിൽ വരുന്നതാണ് കേട്ടോ, ബൂട്ട് മാറ്റ് കിറ്റിൽ കൂടെ വരുന്നത് തന്നെയാണ്. പിന്നെ ഒരു പില്ലോ, മാരുതി ജെനുവിൻ ആക്സസറിയുടെ ഒരു പില്ലോ വരുന്നുണ്ട്. ഇനി നമുക്ക് അകത്ത് എന്തൊക്കെയാണ് ആക്സസറിയുടെ ഭാഗമായിട്ട് വരുന്നത് നോക്കാം. വീൽ ആർച്ച് ക്ലാഡിങ്ങിൻ്റെ ഒരു കണ്ടിന്യൂഷനാണിത്. ഈ ഒരു, അതായത് നമ്മുടെ ആ ബമ്പർ ശരിക്കും ഞാനിത് ചെയ്യാനുണ്ടായൊരു കാരണം എന്ന് വെച്ചാൽ
നമ്മുടെ വണ്ടിയുടെ ഈ ഒരു ബമ്പർ കുറച്ച് പൊങ്ങിയിട്ടാണ്. അപ്പോൾ എല്ലാവരും പറഞ്ഞു എന്തോ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ മുകളിൽ വണ്ടി എടുത്ത് വെച്ച പോലെ ഒരു വൃത്തികെട്ട ലുക്കാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്കും ആദ്യം അത് തോന്നി. അപ്പോൾ ആ ഒരു വൃത്തികേട് ഒഴിവാക്കാൻ വേണ്ടി ആ ബമ്പറിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ത്രൂ ഔട്ട് വണ്ടിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കിറ്റ് സെലക്ട് ചെയ്തത്. അപ്പോൾ അതിനാണ് ഈ ഒരു വീൽ ആർച്ച് ക്ലാഡിങ്ങും ഈ പറയുന്ന ഒരു ക്ലാഡിങ് എല്ലാം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പറഞ്ഞ വൃത്തികെട്ട ഫീൽ എന്ന ആ പറഞ്ഞ വ്യക്തിക്ക് തന്നെ പിന്നീട് ഇത് ചെയ്തപ്പോൾ അത് കൊള്ളാം, നന്നായിട്ടുണ്ട് എന്ന് പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അപ്പം ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു അക്സസറി ഞാൻ ചൂസ് ചെയ്തത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ബ്ലാക്ക് ഔട്ട് ചെയ്ത് B-പില്ലർ ബ്ലാക്ക് ഔട്ട് ചെയ്തതിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് ഈ വണ്ടിയിൽ കറക്റ്റായിട്ട് അറിയാം. അതേസമയം ആ ഗ്രേ കളറിൽ നമുക്കത് പെട്ടെന്ന് മനസ്സിലാവില്ലായിരുന്നു. ഇതൊരു VXI പ്ലസ് ആയതുകൊണ്ടാണ് ഇത് ബ്ലാക്ക് ഔട്ട് ചെയ്ത് വരുന്നത്. ഇത് പക്ഷേ പെയിൻ്റ് അല്ല, ഒരു സ്റ്റിക്കർ വർക്കാണ്. പിന്നെ നമുക്ക് ഇൻറ്റീരിയർ അക്സസറി കിറ്റിൽ വരുന്ന ഇൻറ്റീരിയറിലുള്ള അക്സസറി എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്കൊരു ഇൻറ്റീരിയർ സ്റ്റൈലിംഗ് കിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു പീസ് വരുന്നുണ്ട്. ഇത് 4 ഡോഴ്സിലും വരുന്നുണ്ട്. അതൊരു ഭംഗിയുണ്ട് കാണാൻ ഭംഗി എന്നുള്ളത് ഉപരി അതിനപ്പുറം പ്രത്യേകിച്ച് യൂസൊന്നുമില്ല. പക്ഷേങ്കിൽ അതിൻ്റെ ഒരു മൊത്തത്തിൽ ഡോറിൻ്റെ ഫുൾ ബ്ലാക്ക് മാറിയിട്ടൊരു സിൽവർ ലൈനിങ് വന്നതിലൊരു ഭംഗി കാണുന്നുണ്ട്. പിന്നെ മെയിനായിട്ട് വരുന്നത് സീറ്റ് കവറാണ്. ഇത് അക്സസറിയിൽ കൂടി തന്നെ വരുന്ന സീറ്റ് കവറാണ്. ഇവിടെ ചെയ്യുന്നെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് 6500 രൂപ വിലയുള്ളൊരു സീറ്റ് കവറാണ് വരുന്നത്. ഇത് പ്യൂർ എക്സിൻ തന്നെയാണ്, ലെതറൊന്നുമല്ല. പക്ഷേ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്, തീരെ മോശമല്ല. അപ്പോൾ ഇത് പിന്നെ സ്റ്റിച്ചഡ് അല്ല, നമുക്ക് വെൽക്രോ വെച്ചിട്ട് അവർ ചെയ്തിരിക്കുന്നതാണ്. നമുക്കെപ്പം വേണമെങ്കിലും ഊരാനോ ഇടാനോ ഒക്കെ പറ്റുന്ന രീതിയിലുള്ളൊരു സീറ്റ് കവറാണ്. ആവശ്യമില്ലെങ്കിൽ നമുക്ക് ഊരി മാറ്റാം, നമുക്ക് തന്നെ ഊരി മാറ്റാം, ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പം ഇതൊരു സീറ്റ് കവർ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ഒരു ഡിസൈനും ആ ഒരു സിൽവർ, എൻ്റെ വണ്ടിയും സിൽവറാണ്, അപ്പോൾ അതിൻ്റെ ഒരു സിൽവർ ലൈനൊക്കെ വരുന്നൊരു ഡിസൈനാണ്. സീറ്റ് കവർ പിന്നെ വേറെ ഒരു 7-8 ഉണ്ട്, നമുക്കതിൽ ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. പിന്നെ വരുന്നത് സ്റ്റിയറിംഗ് ഗ്രിപ്പാണ്. അത് നല്ലൊരു സ്റ്റിയറിംഗ് ഗ്രിപ്പാണ്. അതവർ സ്റ്റിച്ച് ചെയ്തൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് നല്ലൊരു ഫീലുണ്ട്. കാരണം നമ്മുടെ സ്റ്റിയറിങ് വളരെ ലൈറ്റായിട്ടുള്ള, നമ്മൾ 800-ലൊക്കെ കണ്ടിട്ടുള്ള പോലത്തെ ഒരു സ്റ്റിയറിംഗ് ആണ് ശരിക്കും ഇതിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റിയറിംഗ് ഗ്രിപ്പ് ഇടുന്നത് എന്തുകൊണ്ടും വളരെ നല്ലതാണ്. ഇനി ഇതിൻ്റെ കൂടെ കിട്ടിയത് തന്നെയാണ് ഒരു ടിഷ്യൂ ബോക്സ്. ടിഷ്യൂ ഓൾമോസ്റ്റ് തീർന്നു. ഒരു ടിഷ്യൂ ബോക്സ്, ഇതും എനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നി. കാരണം നമുക്ക് ഡാഷ്ബോർഡ് ഇല്ലാത്തത് കൊണ്ട് തന്നെ സാധാരണ വണ്ടികളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ടിഷ്യൂ എടുത്ത് പാർഷ്യൽ ട്രെയിലോ ഡാഷ്ബോർഡിലോ ഒക്കെ വെക്കുന്നത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ ബോട്ടിൽ ഹോൾഡറിലോ അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഉള്ള കപ്പ് ഹോൾഡറിലോ ഒക്കെ ഈസി ആയിട്ട് വയ്ക്കാം. നമുക്ക് വളരെ പെട്ടെന്ന് എടുക്കാനും ഒക്കെ പറ്റും. അത് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നി ഈ ഒരു ടിഷ്യൂ ബോക്സ്. ഇത് നമുക്ക് ഈ കിറ്റിൻ്റെ കൂടെ തന്നെ കിട്ടിയതാണ്. അപ്പോൾ ഇതൊക്കെയാണ് എക്സ്പ്രസ്സോയുടെ അക്സസറി കിറ്റിൽ വരുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.